ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വർഷയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും റോഷൻ എത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. വർഷയെ പിടിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സച്ചി റോഷൻ ഇട്ടിട്ട് നന്നായിട്ട് കൊടുക്കുകയും ഇനി മേലെ വർഷയെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മാത്രമല്ല, വർഷയും ശ്രീകാന്തും ആണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുന്നില്ലല്ലോ. വർഷയുടെ വീട്ടിലും ശ്രീകാന്ത് മൂട്ടയുടെ ഒക്കെ കടി കൊണ്ടിട്ട് ആ റെസ്റ്റോറന്റിലാണല്ലോ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ? കല്യാണം കഴിച്ച ഉടനെ തന്നെ സ്നേഹമൊക്കെ പോയോന്ന് ചോദിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്. ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണ്. വർഷയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ആലോചിച്ച് നിൽക്കുന്ന ആ രംഗം വരെയായിരുന്നു നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. സുധിയുടെ പാർക്കിലിരിക്കുന്ന ആ ഫ്രണ്ട് ഉണ്ടല്ലോ, അദ്ദേഹം ഒരു സ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പണക്കാരനാവാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു വീടാണ്. അത് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ അവിടെ വെയിറ്റിംഗിലുണ്ട് കേട്ടോ. ഇത് കണ്ട ഉടനെ തന്നെ സുധി ചോദിക്കുന്നുണ്ട്, വലിയൊരു സ്വാമിജി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെറിയ വീട്ടിലാണല്ലോ എന്നുള്ള കാര്യം. പിന്നെ സ്വാമിജി ചെറിയ വീട്ടിലല്ലാണ്ട് വലിയ ബംഗ്ലാവ് പോയി താമസിക്കുമെന്ന് ചോദിക്കുകയാണേ. അല്ല, ഇവിടെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത്രയും ശക്തിയുള്ള ആളാണ്, അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വരുന്നതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇയാളെ കൊണ്ട് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് സുധിയുടെ ചോദ്യത്തിന് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. നീ ഒച്ചത്തിൽ സംസാരിക്കുന്നതുണ്ടല്ലോ, ഇവിടെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം പോക്കായിരിക്കും. ഇയാളിപ്പോ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? എനിക്ക് ജോലി മേടിച്ചു തരാനോ അതോ സാമ്പത്തികം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണോ? ഇദ്ദേഹം വിചാരിച്ചാലേ ഈ പ്രപഞ്ചം മൊത്തം നിന്റെ കൈക്കൊമ്പിളിൽ കൊണ്ടുവരാൻ വേണ്ടി വരെ പറ്റും. അത്രയ്ക്കും പവർഫുൾ ആയ ആളാണ്. നിന്റെ പഠിപ്പും കഴിവും നിനക്ക് ജോലി തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മുകളിലുള്ള ശക്തിയെ നീ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സുധി ഉണ്ടല്ലോ മുകളിലേക്ക് നോക്കുവാണേ. മുകളിൽ ഏതെങ്കിലും ഫ്ലോർ ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും ബ്രോ പോവല്ലേ, എനിക്ക് പണം വേണമെന്ന് സുധി. എന്നാലേ വായ മൂടിയിട്ട് മിണ്ടാതിരിക്കണം. കുനിയട എന്ന് പറയുമ്പോൾ വായ മൂടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞിട്ട് അവന്റെ പുറകെ പോവാണ് കേട്ടോ സുധി. തുടർന്ന് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ സ്വാമിക്ക് മുമ്പിൽ ചെന്നിരിക്കുവാണേ. സ്വാമിജിക്ക് മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് സ്വാമിജിയാണെന്നുണ്ടെങ്കിൽ കണ്ണടച്ചിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സുധി വിചാരിച്ചത് അയാൾ ഉറങ്ങുകയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അയാൾ ഉറങ്ങിയെന്താ തോന്നുന്നു എണീപ്പിക്കാൻ വേണ്ടിയിട്ട് സുധി പറയുമ്പോൾ അയ്യോ അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെ സ്വാമിജി കണ്ണു തുറക്കുന്ന സമയത്ത് നമസ്കാരം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സ്വാമിജി ഞാൻ പറഞ്ഞില്ലേ ഇതാണ് എന്റെ സുഹൃത്ത്. ഇദ്ദേഹം ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ജോലിയൊന്നും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ പഠിപ്പ് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല, ദൈവത്തിന്റെ അനുഗ്രഹം കൂടി വേണം. സ്വാമി, ഇവര് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ജോലിയില്ല, ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് പണം വേണം. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് സുധി പറയുന്നുണ്ട്, ബ്രോ കുറച്ചു നേരം നിൽക്കൂ, സ്വാമിജി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക എന്ന് പറയാണേ. ബ്രോ ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ള കാര്യം സുധിയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ഒന്ന് നിൽക്ക് ബ്രോ, ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടൊക്കെ ഞാനും അറിയേണ്ടതെന്ന് സുധി കേട്ടോ. സ്വാമി എത്ര നാളായിട്ട് ഈ ഫീൽഡിലുണ്ടെന്നുള്ള കാര്യം ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ അടുത്ത്. സ്വാമി എല്ലാവർക്കും സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്ന ആളല്ലേ, അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് എത്ര ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇതിന്റെ തെളിവുകളായിട്ട് എന്താ ഫോളിയോസോ ഡാറ്റാസോ ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. അപ്പോഴേക്കും കൂട്ടിക്കൊണ്ടുവന്ന ആള് തലയിൽ കൈവയ്ക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് സ്വാമി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നീ എന്താ സ്വാമിയെ പോയിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നത്? സ്വാമി ക്ഷമിക്കണം, ഇവന് കുറച്ച് അറിവ് കുറവാണ്, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായി, ഇവന്റെ കഷ്ടത്തിന് വേറെ ആരും കാരണമല്ല, ഇവന്റെ വായ തന്നെയാണ് കാരണം എന്ന് പറയാണേ. വായ മൂടി വെക്കുന്ന സമയത്ത് മൂടി തന്നെ വെക്കണം എന്ന് സുധീരുടെ അടുത്ത് പറയാണേ. പിന്നെ എങ്ങനെയാണ് എനിക്ക് നിങ്ങളടുത്ത് എന്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി പറ്റുമെന്ന് സുധി ചോദിക്കുന്ന സമയത്ത് അത് നീ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, ദൈവം എന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നിനക്കുള്ള മറുപടി തരൂ. ജോലി കിട്ടാതെ അലയാണല്ലേ, നിനക്ക് പുറം നാട്ടില് ജോലിക്കുള്ള അവസരം വന്നിട്ടുണ്ട്, കയ്യില് പണമില്ല, അതല്ലേ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ സുധി പറയാതെ തന്നെ കാര്യങ്ങൾ പറയാണല്ലോ. അപ്പൊ സുധിക്ക് വിശ്വാസമാവുന്നുണ്ട്. കണ്ടോ എന്നുള്ള കാര്യം മറ്റവൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എങ്ങനെ ഞാൻ പറയാതെ ഇതൊക്കെ നിങ്ങൾക്ക് എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം പറയുന്നുണ്ട്, വായ തുറക്കരുതെന്നാണ് നിന്റെ അടുത്ത് പറഞ്ഞത്. വിശ്വാസം വേണം, എന്നാൽ മാത്രമേ ജീവിതത്തില് മുന്നേറാൻ വേണ്ടി പറ്റുള്ളൂ. നിനക്ക് വിശ്വാസത്തെക്കാൾ കൂടുതൽ പഠിച്ചതിന്റെ അഹങ്കാരമാണ് നിനക്ക് കൂടുതൽ, അത് ആദ്യം ഇല്ലാതാവണം. നിനക്ക് ആവശ്യം പണമല്ലേ? അത് കേട്ടോടെ തന്നെ ആ എന്ന മട്ടിൽ തല ആട്ടുന്നുണ്ട്. സ്വാമി കുറച്ചു നേരം പ്രാർത്ഥിച്ചതിന് ശേഷം പറയുന്നുണ്ട്, നീ പോയിട്ട് പിച്ചെടുക്കുകയെന്ന്. എന്താ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോ
അതാണ് നിന്റെ ജീവിതത്തിലെ പരിഹാരം. ജീവിതത്തിൽ പിച്ചെടുക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് സ്വാമിജിയെ കാണാൻ വേണ്ടി വന്നത്. അതിന് തന്നെയാണ് ഞാനും പറയുന്നത്. റോഡില് ടോൾ ഗേറ്റ് താണ്ടി പോകണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കണം. എന്നാൽ മാത്രമല്ലേ നീണ്ട ദൂരം പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതും. ഒരു ബില്ല് കിട്ടുന്നത് പോലെയാണ് ഇത്. സ്വാമിജിയുടെ സംസാരം കേൾക്കുമ്പോഴും ഇയാളെന്താ സ്വാമിജിയെ പോലെ സംസാരിക്കുന്നു വിചാരിച്ച് ടോൾ ഗേറ്റിലെ ആളെ പോലെ സംസാരിക്കുന്നത്. പറയുന്നത് ആദ്യം കേൾക്ക്. ഞാൻ പറയുന്ന അമ്പലത്തിൽ പോയിട്ട് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പിച്ചെടുക്കാൻ പറയണേ. ആ കാശ് അവിടെ തന്നെ ഭണ്ഡാരത്തിൽ ചാർത്തണം. ഇതാണ് നിനക്കുള്ള പരിഹാരം. നല്ല പരിഹാര സ്വാമി എന്നുള്ള കാര്യം അടുത്തിരിക്കുന്ന ആള് പറയുമ്പോ എന്ത് പിച്ചെടുക്കുന്നതെന്നുള്ള കാര്യം ശ്രുതി. ആര് വന്നു കഴിഞ്ഞാലും വൈകുന്നേരം 6 മണി വരെ പച്ച വെള്ളം പോലും കുടിക്കരുത്. വെറും വയറോട് കൂടി ഇരിക്കണം. അത് മാത്രമല്ല ഇങ്ങനെ നല്ല ഡ്രസ്സിലൊന്നും നിൽക്കരുത്. പിച്ചെടുക്കുന്ന ആളിടുന്ന ഡ്രസ്സ് തന്നെ ഇടണം. കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ തേടിയിട്ട് കാശ് മേടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്ന അവസ്ഥ വരും. പോ എന്ന് സ്വാമി പറയുമ്പോഴേക്കും ദക്ഷിണ വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്റെ കയ്യിൽ 100 രൂപയുള്ളൂ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ അത് മൊത്തമായിട്ട് വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. സ്വാമി നമ്മുടെ ശ്രുതിയുടെ കൂടെയുള്ള ആൾക്ക് പ്രസാദം കൊടുക്കുന്നുണ്ട്. സ്വാമി എനിക്ക് പ്രസാദം എന്നുള്ള കാര്യം പറയുമ്പോൾ അതും നീ പിച്ചെടുത്ത് വാങ്ങണം എന്നുള്ള കാര്യം പറയണേ സ്വാമി ശ്രുതിയുടെ അടുത്ത്. അങ്ങനെ സ്വാമിജിയുടെ അടുത്ത് പുറത്തേക്ക് വരികയാണ് കേട്ടോ ശ്രുതി. പുറത്തിറങ്ങിയിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ബ്രോ പണം കിട്ടുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അയാളെന്താ പിച്ചെ എടുക്കാൻ വേണ്ടി പറയുന്നത്? അതാണ് ബ്രോ ഇതിനുള്ള പരിഹാരം. അവര് പറഞ്ഞതുപോലെ തന്നെ ടോൾ ഗേറ്റിലെ കാശ് കൊടുത്തിട്ട് ബില്ല് മേടിക്കണ്ടേ. എന്താണ് ബ്രോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ പഠിപ്പിനനുസരിച്ച് ഞാൻ പോയിട്ട് പിച്ചെടുക്കാൻ വേണ്ടി പറ്റോ? ബ്രോക്ക് കാശ് വേണ്ടേ? അപ്പൊ പിച്ചെടുത്തേ പറ്റുള്ളൂ. പോകുന്ന വഴിയിലെ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങണം വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോവാണേ. അങ്ങനെ അവര് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഓട്ടോയിൽ പോയിട്ട് ആ അമ്പലത്തിന് മുമ്പിൽ ഇറങ്ങാണ് കേട്ടോ സ്വാമി പറഞ്ഞേ. ആ അമ്പലം മറ്റേ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ രേവതിയെ സച്ചി എടുത്തോണ്ട് കയറി പോയില്ലേ ആ അമ്പലമാണ്. അമ്പലത്തിന്റെ മുമ്പിൽ എത്തിയിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ടേ, അല്ല ബ്രോ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്നുള്ള കാര്യം. ഇവിടെ ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിന് പോയിന്റ്സ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ ബ്രോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? ഈ അമ്പലത്തില് നീ 6 മണി വരെ പിച്ച എടുത്താലേ നീ ചോദിക്കുന്ന പണം നിനക്ക് കിട്ടുള്ളൂ. ഇവിടെ മറ്റുള്ള അമ്പലത്തിനേക്കാൾ കൂടുതൽ ആൾക്കാർ വരുന്നതാണ്. ഇവിടെ നീ ഒരു മാസം പിച്ച എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് 14 ലക്ഷത്തിൽ കൂടുതൽ കിട്ടും. നല്ല കോളാണ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷോൾഡർ ഇങ്ങനെ പിടിച്ചടിക്കുന്നൊക്കെ ഉണ്ട്. പിച്ച എടുത്താൽ എങ്ങനെയാ ബ്രോ ഇതൊക്കെ നടക്കുക എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ ഒരുപാട് സ്ഥലത്ത് പരിഹാരം ചെയ്തിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നീ ഇത് പിച്ച എടുക്കുന്നത് പോലെ കാണണ്ട, പരിഹാരം ചെയ്യുന്നത് പോലെ കണ്ടാൽ മതി. വിശ്വാസത്തോടു കൂടി എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിന് ഫലം കിട്ടുമെന്ന് പറയുമ്പോ, അല്ല ബ്രോ നിങ്ങളെന്താ ഇപ്പൊ സ്വാമിയെ പോലെ സംസാരിക്കുന്നത്? ചുമ്മാ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ്ട് വാ പിച്ച എടുക്കുന്ന പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോവാണ്. ബ്രോ ഇവിടെ ഇരുന്നിട്ട് ഞാൻ എങ്ങനെയാ പിച്ച എടുക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ഇത്രയും നാള് ജോലിയില്ലാതെ നടന്നപ്പോ ആരാ പണം തന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒന്നെങ്കിൽ അമ്മ തരും അല്ലെങ്കിൽ ഭാര്യ തരും. അവര് നിനക്ക് കണ്ടറിഞ്ഞ് തരുമായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല ഞാൻ ചോദിച്ചു മേടിക്കും. അതിത്രേ ഉള്ളൂ കാര്യം. വീട്ടില് നീ പിച്ച എടുത്തോണ്ടിരുന്നതല്ലേ, അതിപ്പോ ഇവിടെ അമ്പലത്തിരുന്ന് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സിമ്പിൾ. അത് വേറെ കാര്യമാണ് ബ്രോ. ഇവിടെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് എങ്ങനെ ചോദിക്കുക? അത് മാത്രമോ എനിക്ക് പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോ സിറ്റിയിൽ എവിടെയെങ്കിലും പോയിട്ട് കോഴ്സ് പഠിച്ചിട്ട് വരാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുകയാണെ. അതെങ്ങനെ ബ്രോ നാണോ ഇല്ലാതെ പിച്ചെടുക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നാണോ മോനൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് ബ്രോ. എന്തായാലും പിന്നെ കാശൊന്നും കിട്ടലുണ്ടാവില്ല. ശരിക്കും ബ്രോ എനിക്ക് പിച്ചെടുക്കാൻ അറിയില്ലെന്ന് ശ്രുതി പറയുന്ന സമയത്ത് ദേ അങ്ങോട്ട് നോക്ക്. അവരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കുറച്ചു നേരം അവരെ ഒന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാവും കാര്യങ്ങളൊക്കെ. അയ്യേ അവരുടെ കൂടെയാണോ ഞാൻ പോയി ഇരിക്കേണ്ടതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ അവരൊക്കെ നിന്റെ കോ വർക്കേഴ്സ് ആണ്, അങ്ങനെയൊന്നും സംസാരിക്കാൻ വേണ്ടി പാടില്ല. നിനക്ക് പണം വേണോ വേണ്ടയോ? ശരി ബ്രോ ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സ് കൊണ്ട് തന്നെ പോവാണ്. അല്ല ബ്രോ എങ്ങോട്ടാ പോകാൻ വേണ്ടി പോകുന്നത്? അയൺ ചെയ്ത ഷർട്ടൊക്കെ എടുത്തിട്ട് പോയിട്ട് പിച്ച എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആരാ പണം തരാൻ വേണ്ടി പോകുന്നത്? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് യൂണിഫോം ഉണ്ട് ബ്രോ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോവാണ്. എന്നിട്ട് അമ്പലത്തിന്റെ ഒരു പുറകിൽ കൊണ്ട് നിർത്തിയിട്ട് മറവിൽ നിർത്തുവാണ്. ബാഗിനകത്ത് നിന്ന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നതാണ്. ഡ്രസ്സ് പുറത്തെടുക്കുമ്പോഴേക്കും അയ്യോ ബ്രോ എന്താ ഇത്, എലി ചത്ത മണം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇതാണ് ഇന്നത്തെ നിന്റെ കോസ്റ്റ്യൂം. ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെയായിരിക്കാന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് ശ്രുതി. അല്ല ബ്രോ ഇതെന്താ അവിടെ ഇവിടെയൊക്കെ കീറിയിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിച്ചെടുക്കുന്ന സമയത്ത് കീറിയ ഷർട്ടും പാന്റും അല്ലാണ്ട് ബ്രാൻഡഡ് ഷർട്ട് ഇട്ടിട്ടാണ് പോവുക. കൂടുതൽ സംസാരിക്കാതെ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്ക്. ആദ്യം ഷർട്ടൂര് എന്നുള്ള കാര്യം പറയുമ്പോൾ ഇവിടെ വെച്ചോ, നീ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാൻ വേണ്ടി പറയുമല്ലോ, ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം പറയാണേ. ഇവിടുന്ന് തന്നെ മാറ്റ് ബ്രോ എന്ന് പറയാണേ. പിച്ച എടുക്കുന്ന സമയത്ത് നാണോ മാനോ ഒന്നും നോക്കാൻ വേണ്ടി പാടില്ല. അതാണ് നിനക്കുള്ള ആദ്യ പാഠം. അങ്ങനെ ശ്രുതിയുടെ കൂടെയുള്ളവൻ തന്നെ ഊരിപ്പിക്കാൻ അയ്യോ എനിക്ക് നാണാവുന്നു വാണാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഊരിങ്ങാണ്ട് ആ പിച്ചക്കാരന്റെ വേഷം ഇടിപ്പിക്കാണ് കേട്ടോ.
അങ്ങനെ ഡ്രസ്സ് മാറ്റി ഇനി കുറച്ചുകൂടി ചേഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇരുത്തുവാണ് കേട്ടോ. കണ്ണാടിയൊക്കെ മാറ്റിയിട്ട് മുഖത്ത് കുറെ കരിയൊക്കെ വാരി തേച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ വേഷം കെട്ടലൊക്കെ കഴിഞ്ഞു. ഇനി എന്താണ് ബ്രോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ തലയിൽ കുറച്ച് മണ്ണ് വാരി ഇടാൻ വേണ്ടി പറയാണേ. അങ്ങനെ കുറച്ച് മണ്ണ് വാരി തലയിൽ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തലയൊക്കെ കെട്ടി ശരിക്കും ഒരു ഭ്രാന്തന്റെ കൂട്ട് പിച്ചക്കാരൻ കറക്റ്റ് ആയിട്ട് തോന്നുകയാണ് കേട്ടോ. എന്റെ സെറ്റപ്പ് ഒക്കെ റെഡി ആയിട്ടോ. അത് കഴിഞ്ഞിട്ട് പാന്റ് ഷർട്ടും എനിക്ക് തരാൻ വേണ്ടി പറയുന്നുണ്ട്. എന്റെ പാന്റ് ഷർട്ട് എന്തിനാ ബ്രോ നിങ്ങൾക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വൈകുന്നേരം വരെ ഈ ഗെറ്റപ്പ് തന്നെ ഉണ്ടാകണം, നിനക്ക് മനസ്സ് മാറാൻ വേണ്ടി പാടില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് ബാഗിലിട്ടിട്ട് കൊണ്ടുപോവാണ്. എന്താ ബ്രോ എന്റെ കയ്യിൽ നിന്ന് എല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് പെട്ടെന്ന് മനസ്സ് മാറിയിട്ട് നീ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിഹാരം കിട്ടില്ല, അതുകൊണ്ടാണ്. കണ്ണാടി ഊരിപ്പിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ കണ്ണാടി ഊരി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ദൂരമുള്ളൊന്നും കാണാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ പിച്ച എടുക്കുന്ന സമയത്ത് കണ്ണാടിയുടെ ഒന്നും ആവശ്യമില്ല, വായ മാത്രം മതി, എങ്കിലും ആരും കാണാതെ മറച്ചു വെച്ചോ എന്ന് പറഞ്ഞിട്ട് കണ്ണാടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ റെഡിയല്ലേ, വാ പോവാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടി പോയിട്ട് ആ പിച്ച എടുക്കുന്ന ആൾക്കാരെ ഇടയിൽ കൊണ്ടുപോയി നിർത്തുവാണ്. എന്താ ശ്രുതി നോക്കി നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ എങ്ങനെയാ ബ്രോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഇന്നൊരു ദിവസം പിച്ച എടുത്തു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ നിനക്ക് പണക്കാരനായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ജീവിതാവസാനം വരെ നീ പിച്ച എടുക്കേണ്ടി വരും. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നീ തീരുമാനം എടുത്തോ. ഞാൻ ഒരു ദിവസം പിച്ച എടുത്തോളാം എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. ഗുഡ് ബോയ്, പോയിട്ടിരുന്നോ, ഞാൻ വൈകുന്നേരം വരാം. പോകുന്നതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നു എന്ന് പറഞ്ഞിട്ട് പിച്ചെടുക്കാനുള്ള പാത്രം കൊടുക്കുവാണ്. നീ ചുമ്മാതെ അവിടെ ഇരിക്കാതെ നന്നായിട്ട് വായിട്ട് അലക്കണം എന്നുള്ള കാര്യം പറയണേ. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പണം തരുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രുതി ചോദിക്കുമ്പോൾ കാലൊരു ചവിട്ട് കൊടുക്കുകയാണ്. അമ്മാന്ന് പറയേണ്ടതാ, ഇതുപോലെ അമ്മാന്ന് അങ്ങ് വിളിച്ചാൽ മതി. ഇന്ന് വൈകുന്നേരം വരെ നീ ഇതുപോലെ അങ്ങോട്ട് വായിട്ട് അലച്ചോ, അപ്പോൾ കാശ് താനെ വരും. എന്തായാലും ഞാൻ വരട്ടെ, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഷോൾഡറിലൊക്കെ തട്ടിയിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. ഞാനെന്താ എക്സാം എഴുതാൻ വേണ്ടി പോവാണെന്നൊക്കെ ചിന്തിക്കാൻ കേട്ടോ. ശ്രുതി ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്. പിച്ചക്കാരിടയിൽ പോയിട്ട് നമ്മുടെ ശ്രുതിയെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇരുന്ന ഉടനെ തന്നെ കൂടുതൽ ആൾക്കാരാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ആരുടെ നീ എണീറ്റ് പോടാ എന്നുള്ള കാര്യം. ഇല്ല ചേട്ടാ, ഇന്നൊരു ദിവസത്തേക്ക് മാത്രമാണ്, മര്യാദയ്ക്ക് ഇവിടുന്ന് എണീറ്റ് പോയിക്കൊള്ളണം, ഇല്ലെങ്കിൽ ഞാൻ യൂണിയനിൽ കംപ്ലൈന്റ് ചെയ്യും. എന്റെ പൊന്നെ, ഇതിന് യൂണിയൻ ഒക്കെ എന്ന് ശ്രുതി ചിന്തിക്കുന്നുണ്ടേ. സർ, ഇന്നൊരു ദിവസത്തേക്ക് മാത്രമാണ് ഞാൻ ഇവിടെ ഉള്ളത്, നാളെ ഞാൻ ഈ വഴി വരില്ല എന്ന് പറയുമ്പോൾ നാളെ എന്താ നീ ഏരിയ മാറ്റാൻ വേണ്ടി പോകണമെന്ന് ചോദിക്കുമ്പോൾ അല്ല സർ, ഞാൻ ഇന്ന് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിച്ചെടുക്കുന്നത്. അത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും അമ്മാന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും നിശബ്ദരായിട്ട് ഇങ്ങനെ ശ്രുതിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. ഒരു ദിവസം പിച്ച എടുത്തു കഴിഞ്ഞാൽ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് സാമി പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും കൂടി ചിരിക്കുകയാണേ. ഓ, ഇത് അതാണോ കേസ്? എന്തായാലും ഇന്നൊരു ദിവസം മാത്രം നീ ഇവിടെ ഇരുന്നോ, പെർമനന്റ് ആയിട്ട് ഇവിടെ ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരെല്ലാവരും അമ്മ തരണേ, പൈസ തരണേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മ തായേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുവാണേ. ഇങ്ങനെ മെല്ലെ വിളിച്ചാലൊന്നും അവർ പൈസ തരില്ല. അമ്മ വല്ലതും തരണേ എന്ന് ഉറക്കെ വിളിക്കുക, എന്നാൽ മാത്രമേ അവർ പണമുള്ളൂ. വിളിക്കുക എന്നിട്ട് ശ്രുതിയെ നിർബന്ധിച്ചിട്ട് വിളിപ്പിക്കുകയാണേ. നല്ല ഒച്ചത്തിൽ വിളിക്കണ്ട എന്നൊക്കെ പറയട്ടെ. അപ്പോഴേക്ക് ശ്രുതി അമ്മാ തന്നെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിക്ക് ₹1 കോയിൻ വീഴുകയാണ് കേട്ടോ. അതെടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രുതി. ഇതെന്താ ഫസ്റ്റ് സാലറി കിട്ടിയതാണോ? വലിയ അത്ഭുതത്തോടു കൂടി നോക്കുന്നത്. ഇന്ന് വിശേഷപ്പെട്ട ദിവസമാണ്, ഒരുപാട് ആൾക്കാർ വരും. നല്ല ശബ്ദത്തോട് ഉയർത്തിങ്ങാണ്ട് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പണം കിട്ടുമെന്ന് പറയാണേ. ഉറക്കെ വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അമ്മേ വല്ലതും തരണേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുന്നവരൊക്കെ അത്യാവശ്യം നല്ല പണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറെ നേരം അമ്മ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം പ്ലേറ്റ് ഫുൾ ആവുന്നത് വരെ പണം ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ശ്രുതിയുടെ കയ്യിൽ ആരും പണം കൊടുക്കുന്നില്ല. അപ്പോഴേക്കും കൂടെ ഇരിക്കുന്ന ആള് പറയുന്നുണ്ട്, കയ്യിൽ പണം തട്ട് നിറയെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് പകുതിയോളം എടുത്തിട്ട് ബാഗിനകത്ത് ഇടണം, അല്ലാണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും പണം ഇടില്ല എന്ന് പറയണേ. അപ്പോഴേക്കും ശ്രുതിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അടുത്തെവിടെയെങ്കിലും കടയുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തൊന്നും കടയില്ല, പക്ഷെ ഓർഡർ ചെയ്താൽ വരും എന്നുള്ള കാര്യം പറയണേ. എന്നിട്ട് അയാള് ഭയങ്കര ടച്ച് ഫോണൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് അമ്പരന്ന് നോക്കി നിൽക്കുവാണേ ശ്രുതി. കയ്യില് പുതിയ ഫോണൊക്കെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് കഴിഞ്ഞ മാസം വാങ്ങിയതാണ്, ആദ്യം എന്തായാലും ഫുഡ് ഓർഡർ ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സെൽഫി ഒക്കെ എടുക്കാന്ന് പറയാണേ. എന്ന് ശ്രുതി അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്വിഗ്ഗി പോലത്തെ സൊമാറ്റോ എന്തോ ആണ് കേട്ടോ ഓർഡർ കൊണ്ടു കൊടുക്കുന്നത്. ഓർഡർ കൊടുത്തതിന് ശേഷം പണം കൊടുക്കുകയാണ്. ₹200 ബിരിയാണിക്ക്, പോരാത്തതിന് ₹20 ടിപ്പും കൂടി കൊടുക്കുന്നുണ്ടേ. ബ്രോ എന്തായാലും ഫുഡ് വന്നിട്ടുണ്ട്, വാ നമുക്ക് എല്ലാവർക്കും കൂടി പോയി കഴിക്കാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ കേട്ടോ വയസ്സൻ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കാണ് കേട്ടോ ശ്രുതിയുടെ ഫ്രണ്ട് വീണ്ടും വിളിക്കുന്നുണ്ട്. എന്താ ചെയ്യുന്നത്, കാശൊക്കെ കിട്ടി തുടങ്ങിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ചുമ്മാ കളിയാക്കല്ലേ, തൊണ്ട വേദനയാവുന്നുണ്ട്, ഇങ്ങനെ ഒച്ചയെടുത്ത് എന്നുള്ള കാര്യം പറയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളൂ. ഇപ്പതാ വിശന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാ എന്നുള്ള കാര്യം പറയുമ്പോ അല്ല ബ്രോ, സാമേര് പറഞ്ഞ കാര്യം മറന്നുപോയോ,
പച്ച വെള്ളം പോലും കുടിക്കരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നീ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പരിഹാരം ഫലമില്ലാതായി പോവും. നിനക്ക് കാനഡ പോണോ വേണ്ടയോ? വേണം എന്നുള്ള കാര്യം പറയാണേ. അങ്ങനെയാണെങ്കിൽ ഭക്ഷണം അവിടെ വെച്ചിട്ട് പോയിട്ട് പിച്ചെടുക്കാനുള്ള പരിപാടി നോക്ക്. ശരി ബ്രോ എന്ന് പറഞ്ഞിട്ട് ആ ഫുഡ് തിരികെ അയാൾക്കാനെ കൊടുക്കാണ്. അയാൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, അതും കൂടി കഴിച്ചിട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. അങ്ങനെ പോയിരുന്നിട്ട് അമ്മ വല്ലതും തരണേ, അമ്മ വല്ലതും തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പൈസയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധി കാര്യമായിട്ട് പിച്ചെടുത്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴാണ് നമ്മുടെ രേവതി ആ അമ്പലത്തിലേക്ക് വരുന്നത്. രേവതിയെ സുധി കാണുന്നുണ്ട്. അയ്യോ, ഇവളെന്താ ഇവിടെ? ഇവള് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലറിയല്ലോ. ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന തോർത്തെടുത്തിട്ട് തലയിൽ കൂടെ ഇങ്ങനെ കെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണേ. പോകുമ്പോൾ രേവതിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. കുറച്ച് ദൂരം അങ്ങ് പോയതിന് ശേഷമാണ് കേട്ടോ രേവതി തിരിച്ചു വരുന്നത്. വന്നിട്ട് നോക്കുന്ന സമയത്ത് സുധി. രേവതിക്ക് ആ അവസ്ഥ കാണുന്ന സമയത്ത് ഭയങ്കര സങ്കടമാണ് കേട്ടോ തോന്നുന്നത്. നിങ്ങൾ എന്താ ഇവിടെ? എന്താ പറ്റിയത്? എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? രേവതിയുടെ സംസാരം ഒന്നും കേൾക്കാതെ അമ്മ അയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പിച്ചെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സുധി. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അങ്ങനെ രേവതി പറയുന്ന ഒന്നും സുധി കേൾക്കുന്നില്ല കേട്ടോ. സുധിയുടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. രേവതിയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നേരെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സച്ചിയെ വിളിക്കുകയാണ് കേട്ടോ. സച്ചി ഫോൺ എടുത്തിട്ട് എന്താ രേവതിയും ചോദിക്കുന്നുണ്ട്. സച്ചിയുടെ വേഗം അമ്പലത്തിലേക്ക് വാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ രേവതിയുടെ അമ്മ പൂ കെട്ടുന്നുണ്ടല്ലോ, ആ അമ്പലത്തിലേക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല, അന്ന് നിങ്ങൾ എന്നെ എടുത്തോണ്ട് കയറിയില്ലേ ആ അമ്പലത്തിലേക്ക്? അത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് ടെൻഷൻ ആവണേ. ആ അമ്പലത്തിലേക്ക് എന്തിനാ രേവതി ഞാൻ വരുന്നത്? വീണ്ടും ഞാൻ നിന്നെ തൂക്കിയെടുത്തോണ്ട് നടക്കണോ? എന്റെ ദൈവം ഇത് വിട്ടേക്ക് രേവതി. അതൊന്നും അല്ല സച്ചേട്ടാ, ഇവിടെ വേറൊരു പ്രശ്നം. ഇങ്ങോട്ട് വാ. പ്രശ്നോ? എന്ത് പറ്റി രേവതി? നീ താഴേക്ക് എങ്ങനെ വീണോ? അതൊന്നും അല്ല സച്ചേട്ടാ. സച്ചേട്ടന്റെ ഏട്ടൻ ഇവിടെ ഉണ്ട്. ആര്? ആ ഓടിപ്പോയനോ? അവൻ പൊതുവെ പാർക്കിലാണല്ലോ പോയിരിക്കുക. അവിടെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അത് ഞാൻ എങ്ങനെ പറയാന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോ പറഞ്ഞാലല്ലേ രേവതി എനിക്ക് മനസ്സിലാവുള്ളൂ. അമ്പലത്തിന്റെ പടിക്കൽ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം പറയാണേ. പഠിക്കലോ? അവൻ അവിടെ എന്താ ചെയ്യുന്നേ? പിച്ച എടുത്തോണ്ടിരിക്കാന്ന് പറയണേ. ആര്? സുധിയോ? നീ വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. അല്ല സച്ചിയേട്ടൻ, അവര് പിച്ച എടുത്തോണ്ടിരിക്കുകയാണ്. ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. സച്ചിയേട്ടൻ എത്രയും വേഗം ഇങ്ങോട്ട് വാ. ഇത് കേൾക്കുമ്പോ സച്ചി വെക്കുന്നുണ്ട്. എന്താ രേവതി നീ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നത്? എന്തായാലും ശരി വെക്ക്, ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മഹിമയും മധുസൂദനെയാണ് കേട്ടോ കാണിക്കുന്നത്. മഹിമ കൊണ്ടുപോയിട്ട് ചായ കൊടുക്കാണ് കേട്ടോ മധുസൂദന്റെ അടുത്ത്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ കണക്കൂട്ടുകൾ പിഴച്ചുപോയി എന്നുള്ള കാര്യം. എന്തിനെ കുറിച്ചാണ് നീ പറയുന്നതെന്ന് മധുസൂദനൻ ചോദിക്കുമ്പോൾ വർഷയും ശ്രീകാന്തും ഇവിടെ തന്നെ തങ്ങുമെന്ന് വിചാരിച്ചു. എന്നാ ശ്രീകാന്ത് ഇപ്പൊ ഇവിടേക്ക് വരുന്നില്ലല്ലോ. അവൻ ഹോട്ടലിൽ തന്നെയാണ് തങ്ങുന്നതെന്നുള്ള കാര്യം വർഷ പറഞ്ഞു. ഞാനും ഇവിടെ തന്നെ ഉണ്ടാവുന്ന വിചാരിച്ചത്. എന്ത് ചെയ്യാനാ, ആ രവിന്റെ മകനല്ലേ, അതാണ് അവൻ അത്ര അഹങ്കാരം. ഇവിടെ ആയിരുന്നെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മനസ്സ് മാറ്റിക്കായിരുന്നു. റെസ്റ്റോറന്റ് സ്വന്തമായിട്ട് വെച്ച് തരാ എന്നൊക്കെ പറയായിരുന്നു. എന്നാ ഇപ്പോ അതൊന്നും നടക്കുന്ന പോലെ ഇല്ലല്ലോ. ഇനിയിപ്പോ ശ്രീകാന്തിന് വീട്ടിലേക്ക് പോകണമെന്നുള്ള കാര്യം തോന്നിയിട്ട് വർഷയും വിളിച്ചിട്ട് പോയാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അങ്ങനെ പോവായിരുന്നുണ്ടെങ്കിൽ അവൾ അന്നേ പോണ്ടതായിരുന്നു. വർഷയെ വിളിച്ചതല്ലേ, പക്ഷെ അവള് പോയില്ലല്ലോ. അവള് വരില്ല എന്നുള്ള കാര്യം അപ്പോഴേ പറഞ്ഞില്ലേ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ശ്രീകാന്തിനെ ഏട്ടാ എത്രയും വേഗം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും എന്നുള്ള കാര്യം പറയുമ്പോൾ കൂട്ടിക്കൊണ്ടുവരണം. എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ എന്ന് മധുസൂദനൻ. അപ്പോഴാണ് നമ്മുടെ വർഷ കാലി തുള്ളി അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ ബാഗൊക്കെ വലിച്ചെറിയാണ് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും മഹിമ ഓടി ചെന്നിട്ട് വർഷയെ എന്ത് പറ്റി? നീ എന്തിനാ ഇതൊക്കെ എടുത്ത് എറിയുന്നത്? വരുന്ന ദേഷ്യത്തില് എനിക്ക് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയില്ല. ഇഡിയൻ, ഞാൻ അവനെ ചുമ്മാ വിടാൻ പാടില്ലായിരുന്നു. എന്താടി ശ്രീകാന്തുമായിട്ട് വീണ്ടും അടിയുണ്ടാക്കിയെന്നുള്ള കാര്യം ചോദിക്കുകയാണെ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പാവം അവൻ തനിയെ പോയതല്ലേ. എങ്ങനെയെങ്കിലും സംസാരിച്ചിട്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടേ? അമ്മേ, ഞാൻ ശ്രീകാന്തിനെ കുറിച്ചിട്ടല്ല സംസാരിച്ചത്. വേറെ ആരെ കുറിച്ചിട്ടാണ് പറയുന്നത്? അച്ഛനെ എനിക്ക് തേടി പിടിച്ചിട്ട് ഒരുതിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നില്ലേ ആ ജോക്കർ, അവനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആര്? റോഷനോ? അവൻ നാട്ടിലില്ല എന്നുള്ള കാര്യമാണല്ലോ പറഞ്ഞു കേട്ടത്. അവൻ ഇവിടെ തന്നെ ഉണ്ട് റാസ്കൽ. ഇന്ന് എന്റെ വണ്ടിയെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് എന്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിച്ചു. എന്താടി നീ പറഞ്ഞത്? അവൻ എന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. സച്ചി വന്നിട്ട് അടിച്ച കാര്യങ്ങളെ കുറിച്ച് വരെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മഹിമ ചോദിക്കുന്നുണ്ട്, അപ്പോ സച്ചി അവിടെ വന്നോ? സച്ചി വന്നിട്ടാണ് എന്നെ സേവ് ചെയ്തെന്നുള്ള കാര്യം വർഷ പറയാണ്. ഇല്ലെങ്കിൽ ആ റോഷൻ എന്നെ എന്തെങ്കിലും ചെയ്തേനെ. എന്താ ഏട്ടാ ഇത്? എന്തിനാ റോഷൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെ മഹിമ. അപ്പോഴേക്കും മധുസൂദനൻ പറയുന്നുണ്ട്, ഇപ്പോഴാണ് മഹിമ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഇത്രയും നാള് ആ റോഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ പെട്ടെന്ന് എങ്ങനെയാ വന്നത്? ആ കറക്റ്റ് സമയത്ത് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഹീറോ പോലെ വന്നിട്ട് ഇവളെ രക്ഷിച്ചു. ഇതിൽ തന്നെ മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും വർഷ വയ്ക്കുന്നുണ്ട്, എന്ത് മനസ്സിലാവുന്നില്ല എന്ന്? മോളെ, ഇതെല്ലാം ആ സച്ചിയുടെ പണിയായിരിക്കും. റോഷനെ സെറ്റാക്കി വെച്ചിട്ട് നിന്നെ രക്ഷിക്കുന്നത് പോലെ നടിച്ചു. അച്ഛൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കുറച്ചെങ്കിലും ലോജിക് ഉണ്ടോ? സച്ചിയേട്ടനും അതുപോലെ തന്നെ റോഷനും തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല.
ഇവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് ടൈം അവർ കാണുന്നത് തന്നെ. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയ പയ്യൻ കാരനാണ് എനിക്കൊരു പ്രോബ്ലം വന്നത്. അതിന് നിങ്ങളൊരു കാരണമാണ്. അത് ആക്സെപ്റ്റ് ചെയ്യാതെ എന്തിനാ സച്ചിയേട്ടന്റെ മേലെ കുറ്റം പറയുന്നത്? ഇല്ല, നിനക്ക് സച്ചിയെ കുറിച്ച് അറിയില്ല. അവൻ അങ്ങനെ ചെയ്യുന്നവനാണ്. സ്റ്റോപ്പ് ഇറ്റ് അച്ഛ. എല്ലാ കാര്യത്തിലും അച്ഛന് സംശയമാണ്. ഇതുപോലെ തന്നെയാണ് അന്ന് രേവതി ചേച്ചിയുടെ കാര്യത്തിൽ നിങ്ങൾ സംസാരിച്ചത്. ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല മോളെ. നിന്റെ സ്വർണം മോഷ്ടിക്കാൻ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും മതി അച്ഛ, രേവതി ചേച്ചി അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിയോ? ആ വീട്ടില് എന്തോരം എന്നെ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അറിയോ? അതൊക്കെ ചുമ്മാ ഡ്രാമയാണിടി. നിന്റെ അടുത്ത് നിന്ന് കാശ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മഹിമ പറയുമ്പോ എങ്ങനെ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെയൊക്കെ തോന്നുന്നത്? മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യാന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? രേവതി ചേച്ചി എന്റെ സ്വന്തം അനിയത്തെ പോലെയാണ് കാണുന്നത്. അല്ല മോളെ, അവളുടെ അനിയൻ ഒരു കള്ളനാണെന്നുള്ള കാര്യം പറയുമ്പോ ആയിക്കോട്ടെ, അതില് അച്ഛനെന്താ പ്രശ്നം? നിങ്ങൾ ആവശ്യമില്ലാതെ രേവതി ചേച്ചിയെ കുറിച്ചിട്ട് അങ്ങനെ സംസാരിച്ചത് കൊണ്ടാണ് സച്ചിയേട്ടൻ അങ്ങനെ ബിഹേവ് ചെയ്തത്. കണ്ടില്ലേ മഹിമേ, ഇന്നലെ രാത്രി വരെ അവൾ എന്നെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നിന്റെ അച്ഛനെ അവൻ അടിച്ചത് ശരിയെന്നുള്ള കാര്യമാണോ നീ പറയുന്നതെന്ന് വർഷയുടെ അടുത്ത് ചോദിക്കുകയാണെ മഹിമ. അത് തെറ്റ് തന്നെയാണ്, പക്ഷെ അച്ഛൻ സംസാരിച്ചതും തെറ്റല്ലേ? ഇങ്ങനെ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ റോഷനുമായിട്ട് ചേർന്നിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചുമ്മാ അച്ഛൻ ഓരോന്ന് പറയാതെ എനിക്ക് തോന്നുന്നത് അച്ഛൻ തന്നെയാണ് റോഷനെ എന്റെ മുന്നിലേക്ക് അയച്ചത് എന്നുള്ള കാര്യമാണ്. എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നതെന്ന് മധുസൂദനൻ ചോദിക്കും. പിന്നെ എങ്ങനെയാണ് ഞാൻ ശ്രീകാന്തിനെ പിരിഞ്ഞിരിക്കുന്ന കാര്യം അവൻ അറിയുന്നത്? അതിന് നീ ഞങ്ങളെ സംശയിക്കുകയാണെന്ന് മഹിമ ചോദിക്കുമ്പോ സംശയിക്കുന്നില്ലേ? എന്റെ തെറ്റാണ്, ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ വേണ്ടി പാടില്ലായിരുന്നു. എന്താടി നീ പറയുന്നതെന്ന് മഹിമ ചോദിക്കുമ്പോ ശ്രീകാന്ത് പാവം ഞാനില്ലാത്തത് കൊണ്ട് അവൻ വീട്ടിൽ പോലും പോവാതെ നിൽക്കുവാണ്. അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും ഇനി ഇതിൽ ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചേ പറ്റുള്ളൂ. നീ എന്താ പറഞ്ഞു വരുന്നതെന്നുള്ള കാര്യം മഹിമ ചോദിക്കുമ്പോ ഞാൻ പോകുന്നു. എങ്ങോട്ടെന്ന് മഹിമ ചോദിക്കുമ്പോ എന്റെ വീട്ടിലേക്ക്. ഇതല്ലേ നിന്റെ വീട്? അല്ല, ശ്രീകാന്ത് ഉള്ളതാണ് എന്റെ വീട്, ഞാൻ പോകുന്നു. അങ്ങനെ വർഷ പോവാന്നുള്ള കാര്യം പറയുമ്പോ നിന്റെ അച്ഛൻ അടിച്ചവന്റെ വീട്ടിലേക്കാണ് നീ പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അച്ഛനെ അടിച്ചവന്റെ കൂടെയല്ല ഞാൻ ജീവിക്കാൻ വേണ്ടി പോകുന്നത്, ശ്രീകാന്തിന്റെ കൂടെയാണ്. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിൽ ഞാൻ എന്തിനാ പിരിഞ്ഞിരിക്കുന്നത്? അതുകൊണ്ടാണ് കണ്ട ഇഡിയറ്റ്സ് ഒക്കെ വന്നിട്ട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. മോളെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് മധുസൂദനെ പിടിച്ചു വെക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ഇല്ല അച്ഛാ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വർഷം അവിടെ നിന്ന് ഇറങ്ങി പോവാണേ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്